ടാസ്കിൽ ജബ്രി കോംബോ വിജയിച്ചിരിക്കുകയാണ്. അതെ, അവരുടെ ആ ഒരു എന്താ പറയണ്ടേ കോംബോയുടെ ശക്തിയിൽ ഒട്ടും വിശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര വിശ്വാസവും ഒത്തൊരുമയും എല്ലാം കൊണ്ടും ജബ്രി വിജയിച്ചിരിക്കുകയാണ്. അതായത് ഗബ്രിയാണ് ഇതിനകത്ത് വിജയിക്കുന്നത്. ജാസ്മിനും ഗബ്രിയും ആദ്യം തൊട്ട് അവസാനം വരെയും ഒന്നിനും ഫോക്കസ് പോവാതെ വിടാതെ ഒന്നിച്ച് നിന്ന് കളിച്ച് ജയിച്ചിരിക്കുകയാണ്. ഇതേപോലെ ഒന്നിച്ച് കളിച്ച വേറൊരു കോംബോ ഉണ്ട്. അതെ, ഋഷിയും അൻസിബയും ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മുടെ ഋഷിനെ കൺഫ്യൂഷൻ ആക്കി. അതെ, ഋഷി ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയി. അതാക്കിയത് മാനിപ്പുലേറ്റ് ചെയ്തത് അർജുനാണോ? അത് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഋഷിക്ക് സുഖമായിട്ട് ജയിക്കാമായിരുന്നു ഈ ടാസ്ക്, പക്ഷേ കൈവിട്ടുപോയി. ഋഷി ഇപ്പൊ കരയുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്താ സംഭവിച്ചത് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇതിപ്പോ ഉറപ്പാണ് ടണലേ ജയിക്കുള്ളൂ എന്നുള്ളത്. കാര്യം അവസാനത്തെ റൗണ്ടിൽ വന്നേക്കുന്നത് 3 പേര്, ഗബ്രി, ജാസ്മിൻ, ഋഷി. അപ്പൊ ഋഷിക്ക് എന്തായാലും ഓടിയാലും ആരുടെ എടുത്തോണ്ട് ഓടും? സ്വന്തം ഫോട്ടോ എടുത്തോണ്ട് ഓടാൻ പറ്റുമോ? പറ്റത്തില്ല. ഋഷി എന്തായാലും സെക്കൻഡാണ്. അത് ഋഷിക്ക് മനസ്സിലായത് പിന്നെയാണ്. ഋഷി ഇടയിൽ അർജുൻ വന്നിട്ട് ശരണ്യക്ക് വേണ്ടിയിട്ട് അലയൻസ് വെച്ചു. അതായത് ശരണ്യനെ ക്യാപ്റ്റൻ ആക്കിയാൽ, ഡെന്നിന്റെ ടീമിനെ ക്യാപ്റ്റൻ ആക്കിയാൽ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച അൻസിബേനെയും ഋഷിനെ ആ മുറിയിൽ നിന്ന് മാറ്റത്തേ ഇല്ല, അവിടെ തന്നെ വെച്ചേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അലയൻസ് വെച്ചു. അപ്പോൾ ഋഷി ആകെ കൺഫ്യൂസ്ഡ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ശരണ്യയുടെ എടുക്കണോ വേണ്ടേ? അൻസിബയുടെ എടുക്കണോ വേണ്ടേ? ഇവർ കളിച്ചുകൊണ്ടിരുന്ന രീതിയിൽ കളിച്ചാൽ മതിയായിരുന്നു. അൻസിബയും ഋഷിയും അവർ നല്ല സൂപ്പറായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ജാസ്മിനെയും ഗബ്രിയെ ഔട്ടാക്കാൻ. ജാസ്മിൻ കുറച്ച് സ്ലോ ആണ്, ഗബ്രിയാണ് ഫാസ്റ്റ്. അങ്ങനെ എന്നിട്ട് കളിക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഋഷിക്ക് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ് ആയിപ്പോയി പുള്ളിക്കാരൻ. അങ്ങനെയാണ് അവസാനത്തെ റൗണ്ടിൽ അൻസിബയും കൂടെ ഓടി വന്നിരുന്നെങ്കിൽ 2 പേർക്ക് കിട്ടുമായിരുന്നു. ഇത് ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചത് ഋഷി കൊണ്ട് അതിൽ വെച്ചു, ഋഷി കൊണ്ട് അതിൽ വെച്ചു. എന്നിട്ട് അൻസിബയുടെ ഫോട്ടോ, എന്നിട്ട് അൻസിബ വന്നപ്പോൾ ഋഷി അതങ്ങ് മാറ്റി കൊടുത്തു. ഇവർ രണ്ടുപേരും പഴയ പോലെ കളിച്ചിരുന്നെങ്കിൽ, ഇവർ ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ് കളിച്ചത്, ഒരു ചാർജിങ് പോയിന്റ് വേണ്ടിയിട്ടാണ് കളിച്ചത്. ഋഷി അൻസിബയും 2 ചാർജിങ് പോയിന്റ് വേണ്ടി കളിച്ചില്ല. അതാ പറ്റിപ്പോയത്. ആ ജബ്രി അതേ സമയത്ത് ജാസ്മിനും ഗബ്രിയും കളിച്ചത് 2 ചാർജിങ് പോയിന്റ് വേണ്ടിയിട്ടാണ്. അവർ രണ്ടുപേരും കളിച്ചു. അങ്ങനെ അവർ 2 ചാർജിങ് പോയിന്റ് എടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ ലീഡ് ചെയ്തു. ഒരു ടീമിൽ നിന്ന് തന്നെ 2 പേര് വന്നു. അപ്പൊ വിജയം സുനിശ്ചിതം, റണ്ണർ ടീം തന്നെ ജയിക്കും. അത് കൺഫ്യൂഷൻ ആയിപ്പോയി ഋഷിക്ക്. ഋഷിയാണ് അതിനകത്ത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആള്, ഏറ്റവും പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്ന ആള് ഋഷിയായിരുന്നു. സോ അവിടെ കൺഫ്യൂഷനായി. അൻസിബയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്ന പോലും ഇല്ല, അലയൻസിനെ പറ്റി. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബസർ അടിച്ചു. ഋഷി താല്പര്യമില്ല ഋഷിക്ക് കളിക്കാൻ. കാര്യം അറിയാം ജയിക്കത്തില്ല, സെക്കൻഡേ വരൂ, ഋഷി ജയിക്കത്തില്ല. അപ്പൊ ബസർ അടിച്ചു. ആദ്യം ഋഷിയുടെ ഫോട്ടോയാണ് എടുത്തത്. അപ്പം ബിഗ് ബോസ് പറഞ്ഞ് സ്വന്തം ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഋഷി എന്ത് ചെയ്തു? ഋഷിയുടെ ഫോട്ടോ ഗബ്രിക്ക് കൊടുത്തു. അങ്ങനെ ജാസ്മിന്റെ ഫോട്ടോയോ എന്തോ ആണ് ഋഷിയുടെ കൈ കൊടുത്തത്. അവസാനം ബസർ അടിച്ചു. 2 പേരും ഓടി. അവിടെ കൊണ്ട് വെച്ചത് ജാസ്മിനാണ്. ഗബ്രിയുടെ ഫോട്ടോ കൊണ്ട് ജാസ്മിൻ വെച്ചു. അങ്ങനെ ഗബ്രി ഈ ടാസ്ക് ജയിച്ചു. ടണൽ ടീം ഈ ടാസ്ക് ജയിച്ചു. അപ്പോഴാണ് യമുനയ്ക്ക് കത്തിയത്. ഓ, ഇത് നമ്മുടെ ടീമിന്റെ മത്സരമായിരുന്നു അല്ലേ മോനെ ഗബ്രി, ഞാൻ അറിഞ്ഞില്ല കേട്ടാ. സ്വന്തം ടീമിനെതിരെ മറ്റുള്ള ടീമിന്റെ കൂടെ നിന്നിട്ട് അലിഗേഷൻ നടത്തിയതാണ് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത്. എന്തായാലും ഗബ്രിക്ക് അപ്പാണ് കത്തി. ഇത് നമ്മുടെ ടീമായിരുന്നു അല്ലേ മോനെ, ഇതൊക്കെ വെറുതെ അല്ലേ ചേച്ചി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ടണൽ ടീമിന് 2+3 5 പോയിന്റ് കിട്ടിയെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഈ ഒരു ടാസ്കിൽ 3 പോയിന്റ് കിട്ടി. വേറെ ആർക്കും പോയിന്റും ഇല്ല. ഇപ്പൊ അർജുന് നെക്സ്റ്റ് ടീമിനോട് ഒരു ചായ്വ് ഉണ്ട് കേട്ടാ. അപ്സര, ശ്രീതു, അതേപോലെ തന്നെ ശരണ്യ, നോറ അവരടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഋഷി ഇപ്പുറത്തിരുന്ന് കരയാണ്. ഋഷിക്ക് ഭയങ്കര വിഷമം. ജയിക്കാമായിരുന്നു, സുഖമായിട്ട് ജയിക്കാമായിരുന്നു. 2 അൻസിബയും ഋഷിയും ജാസ്മിനും ഗബ്രിയിലും ഒരാളെ വരുള്ളായിരുന്നു. സുഖമായിട്ട് ജയിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പൊട്ടലുണ്ട്. ആ പൊട്ടലാണ് ഈ പ്രൊമോയിൽ കാണാൻ പോകുന്നത്. അതെ, ആ പൊട്ടലാണ് കാണാൻ പോകുന്നത് നിങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.